ദൈവം എഴുന്നേൽക്കുന്നു. ആർക്കു വേണ്ടി? നീതിമാന് വേണ്ടി. കാരണം 68-ാം സംഖ്യത്തിൽ നമ്മൾ വായിച്ചു, എങ്കിലും അതിന്റെ 3-ാം വാക്യത്തിൽ, എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധി ഉല്ലസിക്കും. അതിന് കാരണം എന്താ? നീതിമാന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ അനർത്ഥങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നീതിമാൻ ലഭിച്ചപ്പോൾ നീതിമാൻ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ വിഷയത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പലരോടും പറഞ്ഞിട്ട് പലരും എഴുന്നേറ്റില്ലെങ്കിൽ നീ ഭാരപ്പെടണ്ട. മനുഷ്യരാരും നിന്റെ പ്രശ്നത്തെ കണ്ടില്ല എന്ന് നടിച്ചാലും നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. നീ തളർന്നു പോകണ്ട. നിന്റെ വിഷയത്തെ കണ്ട് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നിന്റെ പ്രശ്നത്തെ ദൂരത്തു നിന്ന് മനസ്സിലാക്കി നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് നീ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 38 വർഷം രോഗക്കിടക്കിൽ കിടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഹല്ലേലൂയ. അവിടെ യേശു നടന്നു വരികയാണ് ആ മനുഷ്യന്റെ അടുക്കിലേക്ക്. 38 വർഷമായി ആരുടെയും സഹായമില്ല. എല്ലാവരും അവനെ തനിച്ചാക്കി. അവൻ ഒറ്റപ്പെട്ട ജീവൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും കേമന്മാരായി മുന്നോട്ട് പോയപ്പോൾ, മെഡിക്കൽമാരായി പലരും വിടുതൽ പ്രാപിച്ച് കടന്നുപോയപ്പോൾ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല. പക്ഷേ യേശു അവിടെ കടന്നു ചെന്നു. യേശു അവന് വേണ്ടി എഴുന്നേറ്റ് ചെന്നു. യേശു അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഇടയാക്കുന്നു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്ന് ചോദിച്ച് അവനെ സൗഖ്യമാക്കി എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ എഴുന്നേറ്റ് വരുന്നൊരു ദൈവമുണ്ട്, എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ അർത്ഥം, എഴുന്നേൽക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ അർത്ഥം നിന്റെ വിടുതലിന്റെ സമയമായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒഴിച്ച കണ്ണുനീരിന് പകരമായി, നീ അനുഭവിച്ച വേദനയ്ക്ക് പകരമായി, നീ ഹല്ലേലൂയ അലഞ്ഞു തിരിഞ്ഞ ആ കാലങ്ങൾക്ക് പകരമായി ഈ പുതിയ വർഷത്തിലെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം നിന്റെ വിടുതൽ സമീപമായി, നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാൻ സമയമായി, നിന്റെ കഷ്ടതയുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കാൻ സമയമായി, നീ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും നിനക്ക് ഒരു വലിയ വിടുതൽ ലഭിക്കുവാൻ സമയമായി. ഹല്ലേലൂയ. കാരണം ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം ഏറ്റുകഴിഞ്ഞു. ദൈവം വിഷയത്തെ ഏറ്റെടുത്തു. ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു. കാരണം 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഒന്നുകൂടെ ആ വാക്യം വായിക്കട്ടെ. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, നിന്റെ ഭാരം, എടുത്തു നോക്കിയോ, വായിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ഗാഡ്. 2024 നീ യഹോവയുടെ മേൽ നിന്റെ ഭാരം ഇട്ട് കഴിഞ്ഞാണെങ്കിൽ, 2024 നിന്റെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുത്തെങ്കിൽ, ഹല്ലേലൂയ, 2024 നിന്റെ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുത്തെങ്കിൽ, 2025 ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വിളിച്ചു പറയട്ടെ, 2025 ദൈവം നിന്നെ പുലർത്തുന്ന വർഷമാണ്. ദൈവം നിന്നെ പുലർത്തുന്ന വർഷമാണ്. ദൈവം നിന്നെ വിടിവിക്കുന്ന വർഷമാണ്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. കഴിഞ്ഞ വർഷം നിന്റെ ഭാരം യഹോവയുടെ മേൽ നീ വെച്ചതാണെങ്കിൽ ഈ വർഷം അതിന്മേൽ നിനക്കൊരു ജയമുണ്ട്, അതിന്മേൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ അറിയിക്കുന്നു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ
ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ആ വാക്ക് എന്നെ വളരെ ചിന്തിപ്പിക്കുകയും എനിക്ക് വളരെ ഇഷ്ടമാകുകയും ചെയ്തു. ഒരിക്കലും സമ്മതിക്കാത്തൊരു ദൈവം, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ സമ്മതിക്കാത്തൊരു ദൈവം. കാരണം നീതിമാന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. നീതിമാൻ അത് കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവേ, ഞാൻ കുലുങ്ങിപ്പോകുവാൻ അങ്ങ് സമ്മതിക്കരുത്. എനിക്ക് ചുറ്റിലും എൻ്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എനിക്ക് ചുറ്റിലും എൻ്റെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എനിക്ക് ചുറ്റിലും ഹല്ലേലൂയ ഞാൻ മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ കുലുങ്ങിപ്പോകുവാൻ എന്നെ അനുവദിക്കരുത് കർത്താവേ, എന്നെ അനുവദിക്കരുത്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. ആ വാക്ക് വീണ്ടും ഉച്ചരിക്കട്ടെ, അവൻ സമ്മതിക്കുകയില്ല. എത്ര പേർക്ക് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ ഞാൻ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നു. ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അല്ലെ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. Praise the Lord. Hallelujah. സമ്മതിക്കില്ല. ഒരു പിതാവ് തൻ്റെ തലമുറ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കാത്തതുപോലെ, ആമേൻ, ആ പിതാവ് പോരാടി ജയമെടുക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവ് തൻ്റെ നീതിമാന്മാരെ വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കാത്ത ദൈവമാണ്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കില്ല. 2024 വിഷയങ്ങളെ ദൈവത്തിന്റെ മേൽ നീ ഭരമേൽപ്പിച്ചെങ്കിൽ, അതിന്റെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചെങ്കിൽ, നീ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നീ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. ദാവീദ് പറയുകയാണ്, ഞാൻ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കുക. പലപ്പോഴും കുലുങ്ങിപ്പോകേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പല രീതിയിലെ പല സാഹചര്യങ്ങളിലെ അഭിഷേകം പ്രാപിച്ച് അഭിഷേക തൈലം അവന്റെ മേൽ ഊറ്റിയ ആ നാൾ മുതൽ കഷ്ടങ്ങൾ ഒന്നിനു പുറകെ, ഹല്ലേലൂയ, അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ, ശൗലിന്റെ ആ അമ്പുകൾ, ശൗലിന്റെ ആ അല്ലെങ്കിൽ കുന്തം പലപ്പോഴും അവനെ ചോരോട് ചേർത്തി കുത്തുവാൻ ശ്രമിച്ചെങ്കിലും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. അത് ശത്രു എഴുന്നേറ്റു. കുത്തി നശിപ്പിച്ചു കളയുവാൻ, ഇല്ലാതാക്കുവാൻ ശത്രു ശ്രമിച്ചെങ്കിലും ദാവീദ് വിളിച്ചു പറയുന്നു, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നാളും നീ കുലുങ്ങിപ്പോകുവാൻ ഈ ദൈവം സമ്മതിക്കുകയില്ല. ഒരിക്കലും നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഭാരങ്ങൾ ഉണ്ടാകാം, അനർത്ഥങ്ങൾ ഉണ്ടാകാം, കഷ്ടതകൾ ഒന്നിനു പുറകെ കടന്നു വരാം. പക്ഷേ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ആ തിരമാലകളെയും ആ കാറ്റിനെയും അടക്കുവാൻ കഴിവുള്ള, ശാസിച്ച് നിർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ, ആ വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചോ. നീ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കില്ല. ഇപ്പോൾ നീ അനുഭവിക്കുന്ന വിഷയത്തിന്മേൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം നിന്നെ സമ്മതിക്കുകയില്ല. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് എങ്ങനെയെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. ദൈവം ചെയ്യും. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ. അത് ദൈവം ചെയ്യും. ദൈവം വഴി തുറക്കും. നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിനക്ക് വേണ്ടി വഴി തുറക്കും. അല്ലെങ്കിൽ നിന്റെ കടപ്രശ്നത്തിന് ദൈവം വഴി തുറക്കും. നിന്റെ രോഗത്തിന്റെ വിഷയത്തിന് ദൈവം വഴി തുറക്കും. അല്ലെങ്കിൽ നീ കുലുങ്ങി പോകാൻ ദൈവം സമ്മതിക്കില്ല. നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തുന്ന വർഷമാണ്.
കഴിഞ്ഞ വർഷം നീ കണ്ണീരോട് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ നിന്നെ പുലർത്തുന്ന ദൈവമാണ്, നിന്നെ ആദരിക്കുന്ന ദൈവമാണ്, നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. നീ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. വായിക്കുന്നത് എങ്ങനെയാണ്? 68-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവം എഴുന്നേൽക്കുന്നു.